അങ്ങനെ പ്രിയപ്പെട്ട ഉഷാ നെല്ലാങ്കരമ്മ ഗുരുവായൂരേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ഉത്സവത്തിന് ആ അനുഭവം എഴുതി അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോവാത്തവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യാം. ഒരു സുഖമുള്ള യാത്രയാണ് ഗുരുവായൂരിലേക്കല്ലേ. പറ്റാത്തവരൊക്കെ, ഉത്സവത്തിന് പോകാൻ പറ്റാത്തവരൊക്കെ കൈപിടിച്ച് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. ഇടയ്ക്ക് വെച്ച് ചുമയൊക്കെ ഉണ്ടാവാം, ക്ഷമിക്കുക. ഹരേ കൃഷ്ണ, രാധേ രാധേശ്യാം. 6 മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ കണ്ണനെ ഒന്ന് പോയി കണ്ടിട്ട്. മനസ്സിലും കൂടെയും എപ്പോഴും കണ്ണനുണ്ട്. എന്നാലും ഗുരുവായൂർ പോയി കണ്ണനെ കാണണമെന്നത് വലിയ മോഹമാണ്. ഈ തവണ ഉത്സവത്തിന് എന്ത് തന്നെയായാലും കണ്ണനെ പോയി കാണണം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു. ഭർത്താവിനോട് നേരത്തെ തന്നെ പറയുകയും ചെയ്തു. എന്ത് തന്നെയായാലും എനിക്ക് കണ്ണനെ പോയി കാണണം. കൂടെ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പോകുമെന്നൊക്കെ ഭർത്താവിനോട് പറയുകയും ചെയ്തുട്ടോ. കാലുവേദനയും ശാരീരിക ക്ഷീണം ഉള്ളതിനാൽ ഇത്ര തിരക്കുള്ള സമയമായതിനാലും വീട്ടിൽ നിന്ന് സമ്മതം കിട്ടുമോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ അറിയുന്ന ഒരു കുട്ടിയുണ്ട്, റീന. ആ കുട്ടി ഉത്സവത്തിന് പോകുന്നുണ്ട്, അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിൽ സന്തോഷമായി. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണനോട് പറഞ്ഞു, അമ്മ വരുന്നുണ്ട്, അമ്മയുടെ കൂടെ വേണം. എത്ര തിരക്കാണേലും അവിടെ വന്ന് തൊഴണം. അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും കൊടിമര ചുവട്ടിൽ നിന്നെങ്കിലും തൊഴണം. അവിടെ നിന്നാൽ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എന്നെ എൻ്റെ ഭഗവാൻ കാണുമല്ലോ, അത് മതി. പിന്നെ ഒരാഗ്രഹമുണ്ട്, കണ്ണൻ്റെ പ്രസാദം അമ്മയ്ക്ക് തരണേ എന്നൊക്കെ ഭഗവാനോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ കുട്ടി തിരുപ്പൂരിൽ നിന്ന് ട്രെയിനിൽ കയറി. ഞാൻ എൻ്റെ സ്റ്റേഷനിൽ നിന്നും കയറി. ഉച്ചയ്ക്ക് ഒരു 3 മണിയോടെ ഗുരുഭവനപുരിയിലെത്തി. പെട്ടെന്ന് തന്നെ കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി. ഭഗവാന്റെ ഉത്സവക്കഞ്ഞി കുടിക്കണമെന്ന് അതിയായ ആഗ്രഹത്തോടെ പോയിട്ടോ. സമയം 3 മണി കഴിഞ്ഞല്ലോ. കൗണ്ടറിൽ അന്വേഷിച്ചപ്പോൾ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. ഭയങ്കര വിഷമമായി. അവിടെ വെച്ച് എൻ്റെ കൂടെയുള്ള കുട്ടിയുടെ സുഹൃത്തിനെ കണ്ടു. ആ കുട്ടി അവിടെ വളണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു. കഞ്ഞി കുടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞു. എൻ്റെ കൂടെ വരൂ, കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു പാത്രത്തിൽ കഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നത് പോലെ ഉണ്ട് കേട്ടോ. വേഗം തന്നെ ആ കുട്ടി അത് 2 പ്ലേറ്റിലാക്കി തന്നു. കൂടെ പുഴുക്കും രസകാളനും അച്ചാറും പപ്പടവും എല്ലാം തന്നു. ഭഗവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ കഞ്ഞി തന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഭഗവതിക്കെട്ടിലൂടെ അകത്തേക്ക് കയറി. അപ്പോഴതാ മേൽശാന്തി ഭഗവാനെ പുറത്തേക്ക് ശീവേലിക്കായി കൊണ്ടുവരുന്നു. അങ്ങനെ ഭഗവാന്റെ ശീവേലി കണ്ടു. ഭഗവാനെ കൺകുളിർക്കെ കണ്ടു. ശീവേലിക്കൊപ്പം വലം വെച്ചു. പിറ്റേ ദിവസം മമിയൂർ പോയി മഹാദേവനെ തൊഴുതു. അതിനുശേഷം വീണ്ടും കണ്ണൻ്റെ അടുത്ത് പോയി. വരിയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കൊടിമരച്ചൂട്ടിൽ പോയി നിന്നു. അപ്പോൾ ഭക്തരെ അകത്തേക്ക് കയറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നേരെ ഭഗവാന്റെ ദർശനം നന്നായിട്ട് തന്നു. കണ്ണും മനസ്സും നിറഞ്ഞുട്ടോ. രാത്രി സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിലെ ഭഗവാന്റെ ദർശനവും കിട്ടി. പള്ളിവേട്ട കണ്ടു. പിറ്റേ ദിവസം ആറാട്ട് ദിനമെന്ന് വരിയിൽ നിന്ന് ഭഗവാനെ കണ്ണിറയെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞ് കണ്ണൻ്റെ ആറാട്ട് സദ്യ കഴിക്കാൻ നിന്നു. അങ്ങനെ പ്രസാദം കഴിച്ചു. ആറാട്ട് ദിനമായതിനാൽ കണ്ണൻ്റെ പായസം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പായസം കിട്ടിയില്ല. അമ്പലത്തിലെത്തിയിട്ട് 4 ദിവസമായെങ്കിലും കണ്ണൻ്റെ പാൽപ്പായസം കിട്ടിയിരുന്നില്ല. ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. കണ്ണ, അമ്മയ്ക്ക് കുറച്ച് പായസം നീ തരുമോ എന്ന് മനസ്സിൽ ചോദിച്ചുട്ടോ. വീണ്ടും ഭഗവതിക്കെട്ടിൽ കൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഭഗവാന് നേദിച്ചതിന് ശേഷമുള്ള പായസവും പടച്ചോറും മേൽശാന്തിക്ക് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി ആ ഉരുളിയിൽ കുറച്ച് പായസവും നേദ്യച്ചോറുണ്ട്. അതായിട്ടൊരു തിരുമേനി പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ആ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കയ്യിൽ ഒഴിച്ചു തന്നു. ഭഗവാന് നേദിച്ച പായസവും നേദ്യച്ചോറും അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് നിങ്ങളുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് കേട്ടോ എന്ന് ആ തിരുമേനി പറഞ്ഞു. ഞങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞൊഴുകി. അന്ന് ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞ് ആ പത്മതീർത്ഥക്കുളത്തിൽ ഞങ്ങൾ കൈയും കാലും മുഖമൊക്കെ കഴുകി. അങ്ങനെ ഭഗവാന്റെ ഉത്സവം 4-ാം ദിവസം അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി. പിറ്റേ ദിവസം സന്തോഷവും ഭഗവാനെ പിരിഞ്ഞു പോരുന്ന സങ്കടത്തോടെയും ഭഗവാനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഹരേ കൃഷ്ണ, രാധേശ്യാം. വളരെ കൂടിപ്പോയി എന്നറിയാം ശ്രീ. അത് ചെറുതാക്കി വായിച്ചാൽ മതി കേട്ടോ. ഇതിൽ ചെറുതാക്കി വായിക്കാനൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് ഗുരുവായൂർ ഉത്സവത്തിന് പങ്കെടുത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്നില്ലേ. വരാൻ പറ്റാത്ത എത്ര ആളുകളാണ് ഇത് കേൾക്കുന്നത് എന്നറിയോ. അവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. അവരൊക്കെ അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ കയ്യും പിടിച്ചിട്ട് ആ പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാവില്ലേ. അവർക്കൊക്കെ കേൾക്കുമ്പോൾ ദൂരെ നിന്നൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഗുരുവായൂർ എത്തുന്ന ഒരു പ്രതീതി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഒന്നും പറയാനില്ല. അമ്മയ്ക്ക് നന്ദി പറയാണ്. അമ്മ ഇത്രയും നല്ല അനുഭവം അയച്ചു തന്നതിന്. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. ഭാഗ്യത്തിന് ചുമയില്ലാതെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.